നിലമ്പൂർ കറുകമണ്ണ കുന്നുകളിലെ കരിങ്കൽ ക്വാറികളിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധത്തിലേക്ക്. ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുന്നതോടെ കാരച്ചാൽ മേഖലയിലെ ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ 100ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് മുടങ്ങുന്നത്. തണ്ണിക്കുഴി, വാഴക്കുന്ന്, കുന്നുമ്മൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ കുടിവെള്ള പദ്ധതികളിലേക്കാണ് ക്വാറിയിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നത്. ഇത് പ്രദേശവാസികളുടെ ആരോഗ്യത്തിന് കടുത്ത ഭീഷണി ഉയർത്തുന്നുണ്ട്. വനം വകുപ്പിന്റെ വിലക്കുകൾ ലംഘിച്ച് മഴക്കാലത്തും ക്വാറി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ക്വാറി വന്നേ പിന്നാണ് കുടിവെള്ളത്തിന് ഇത്രയും പ്രശ്നമായത്. കാരണം എന്ന് വെച്ചാൽ അവർ ഈ വേസ്റ്റുകളെല്ലാം കൂടി ഈ തോട്ടിലോട്ട് ഇത് പമ്പ് ചെയ്ത് വിടുന്നത്. എന്റെ വീട്ടിലൊക്കെ 1.5, 2 വയസ്സുള്ള കുഞ്ഞു മക്കളാ ഉള്ളത്. അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയാം ഈ കലക്കവെള്ളം കുടിച്ചിട്ട്. എന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ സമയമുള്ളൂ. ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ മഴ പെയ്ത സമയത്ത് റബ്ബറിൽ നിന്ന് ഇത് കെട്ടിയിട്ടാണ് ഞങ്ങൾ കുടിവെള്ളം കുടിക്കാൻ വരെ എടുത്തത്. അല്ലെങ്കിൽ താഴെ പോകണം. ആരെ കൊണ്ട് കഴിയും? ഈ പ്രായമുള്ള ഈ അമ്മമാരൊക്കെ എങ്ങനെ ആ താഴെ പോയി വെള്ളം ഏറ്റിക്കൊണ്ട് വരുന്നത്? എന്താണെങ്കിലും ഈ കോറി അവർ പൊട്ടിക്കോ പൊട്ടായിരിക്കോ അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഞങ്ങളുടെ കുടിവെള്ളത്തിൽ ഒരു പ്രശ്നവും വരല്. അതുപോലെ അവരുടെ വേസ്റ്റ് ഈ തോട്ടിലോട്ട് ഒഴുക്കാനും പറ്റത്തില്ല. ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കോറിക്കാർ പറയുമോ? അല്ലെങ്കിൽ അവർ വന്ന് എടുത്തോണ്ട് പോവോ? ഞങ്ങളുടെ ആശ്രയം എന്ന് പറയുന്നത് ഈ കിണറാണ്. ഇതില് ഈ വെള്ളം ഒരു കാരണവശാലും അവർക്ക് വേസ്റ്റ് വെള്ളം ഒഴുക്കാൻ പറ്റത്തില്ല. ക്വാറിയുടെ പ്രവർത്തനം ഉടനടി നിർത്തിവെക്കണമെന്നും അടിയന്തര പരിശോധന നടത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. എന്താ കോറിയത്തെ വെള്ളം വരുന്നോണ്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ കിണറത്തെ വെള്ളമാണ്. അതുകൊണ്ട് എന്ത് ചെയ്താലും ആ കോറിയത്തെ വെള്ളം ഞങ്ങൾ ഇതിലേക്ക് തോട്ടേക്ക് ഒഴുകാനും ഞങ്ങളെ കിണറ്റിക്ക് പോകാനും പാടില്ല. അതെന്തായാലും നിർത്തണം. പരിസ്ഥിതി ലോല മേഖലയായി തരംതിരിച്ചിട്ടുള്ള കറുകമണ്ണ, നടുവഞ്ചേരി മലനിരകളുടെ താഴ്വാരങ്ങളിലാണ് ജനവാസ മേഖല സ്ഥിതി ചെയ്യുന്നത്. 2018 മഹാപ്രളയത്തിൽ വൻ ഉരുൾപൊട്ടലുണ്ടായ ഈ മേഖലയിൽ പ്രകൃതി ദുരന്ത സാധ്യത വളരെ കൂടുതലാണ്. നിലവിലുള്ള നിയന്ത്രണങ്ങൾ മറികടന്ന് ക്വാറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട പരാതി നിലവിൽ കോടതിയുടെ പരിഗണനയിലുമാണ്. വിഷയത്തിൽ അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.